നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് പലവർക്കും സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളായിരിക്കും. ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നേടിത്തരുവാൻ നമ്മൾ ഈ പറയുന്ന രീതിയിൽ വെള്ളിമോതിരം ധരിച്ചാൽ കഴിയുന്നതാണ്. എങ്ങനെയാണ് വെള്ളിമോതിരവും ജ്യോതിഷവുമായിട്ട് ഒരു ബന്ധമുണ്ടായതെന്ന് ചോദിച്ചാൽ അതിന് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധം തന്നെ ഉണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് വെള്ളി ആഭരണങ്ങൾക്ക് വളരെ പ്രാധാന്യമാണുള്ളത്. ശുക്രന്റെയും ചന്ദ്രന്റെയും പ്രീതി ലഭിക്കാനായിട്ട് വളരെ ഉത്തമമാണ് വെള്ളി ആഭരണങ്ങള്. ശുക്രന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത്, പ്രശസ്തി എല്ലാം കൈവരുന്നതാണ്. നമ്മളുടെ ജാതകം ചന്ദ്രന് പക്ഷബലമില്ലാത്തതാണെങ്കിൽ അമ്മയിൽ നിന്നും വെള്ളിയാഭരണം വാങ്ങി ധരിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാമെന്നാണ് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നത്. വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതിലൂടെ നമ്മുടെ ക്രോധം ഇല്ലാതാകുകയും അത് മനസ്സിന് നല്ല സമാധാനം ഉണ്ടാക്കി തരികയും ചെയ്യുന്ന ഒരു ലോഹമാണ്. നമ്മളുടെ ജീവിതത്തില് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വെള്ളിക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരിക്കലും നെഗറ്റീവ് എനർജികള് ഈ വെള്ളി ആഭരണങ്ങളിലേക്കോ അല്ലെങ്കിൽ വെള്ളി ലോഹത്തിലേക്കോ പിടിക്കുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നീർവീഴ്ചയും സന്ധിവാതവും നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുവാനായിട്ട് വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്ത്രീകൾ എന്തുകൊണ്ടാണ് വെള്ളി പാദസരം ഇടുന്നതും? കേരളത്തിന്റെ വെളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്ത്രീകള് കാലിന്റെ വിരലില് മിഞ്ചി എന്ന് പറയുന്ന ആഭരണം ധരിക്കുന്നതുമൊക്കെ. ഇത് തമിഴ്നാട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് ധരിക്കുന്നതിന്റെ കാരണം ഗർഭാശയ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഇത് ധരിക്കുന്നത്. പണ്ട് കാലം മുതലുള്ള ഒരു ചടങ്ങായിട്ട് തന്നെയാണ് ഈ മിഞ്ചി ധരിക്കലൊക്കെ ഒരു ചടങ്ങായിട്ട് തന്നെയാണ് ഇവര് കൊണ്ടാടുന്നത്. അത് കേരളത്തിലധികം പ്രാബല്യത്തിലില്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൂ. നമ്മളുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എത്ര പണമുണ്ടെങ്കിലും സ്വർണ്ണ പാദസരം ധരിക്കാൻ പാടില്ല. വെള്ളി പാദസരം തന്നെ ധരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വെള്ളി ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ഊർജം വലിച്ചെടുത്ത് ശരീരത്തിനത് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. പണ്ടുള്ള ആളുകളൊക്കെ കുട്ടികൾ ജനിച്ചാലുടനെ വെള്ളി ആഭരണങ്ങൾ ഇവരെ ധരിപ്പിക്കായിരുന്നു. കാൽത്തളയായിട്ടും ഒക്കെ ധരിപ്പിക്കുമായിരുന്നു. ഈ ധരിപ്പിക്കുന്നത് ചെറിയ ചെറിയ അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആസ്മ, ജലദോഷം അതുപോലെയുള്ള ചില അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിലെ പൂജാവസ്തുക്കളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ് ഇതെല്ലാം വെള്ളികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വെള്ളിയുടെ മാഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറയാൻ കാരണം ഒരു മോതിരം ധരിച്ചാൽ ഉടനെ എങ്ങനെ ധനം നമ്മളിലേക്ക് ആകർഷിക്കും എന്നൊരു സംശയം ഉടലെടുക്കും. അതിനായിട്ട് പറഞ്ഞതാണ്. ഇനിയും ഈ മോതിരം ധരിക്കുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലവത്താണ്. അതായത് ജ്യോതിഷപരമായിട്ട് ധരിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വെള്ളി ലോഹങ്ങൾ വാങ്ങുവാൻ, അതല്ല ഏത് ആഭരണങ്ങൾ വാങ്ങുവാനും വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയാണ്. ഈ സമയത്ത് നിങ്ങൾ വാങ്ങേണ്ടതാണ്. ഇല്ലായെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്താണ് വാങ്ങുന്നതെങ്കിൽ രാഹുകാലം ഒഴിവാക്കി വാങ്ങേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചേരുന്ന ഒരു വെള്ളി മോതിരം നിങ്ങൾ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുക. അത് വളരെ പണച്ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല. പണച്ചെലവ് വളരെ കുറവുള്ള ഒരു ലോഹം തന്നെയാണ് വെള്ളി എന്ന് പറയുന്നത്. ഇങ്ങനെ വാങ്ങിയ ശേഷം ഇത് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഉടനെ ധരിക്കാൻ പാടില്ല. കുറച്ച് പനിനീരെടുത്തതിന് ശേഷം, ഈ പനിനീര് പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ലഭിക്കുന്നതാണ്. ഈ പനിനീര് ഒരു ശുദ്ധമായ പാത്രത്തിലെടുത്ത് അതിലേക്ക് ഒഴിച്ച് അതിൽ ഈ മോതിരം ഇട്ട് വയ്ക്കണം. ഒരു മുഹൂർത്ത നേരം, അതായത് 48 മിനിറ്റ് ഇത് ഇട്ട് വയ്ക്കണം. അതിനുശേഷം ഇതെടുത്ത് സൂര്യപ്രകാശത്തിൽ ഇത് ഉണക്കിയതിന് ശേഷം, ഈ സൂര്യപ്രകാശത്തിൽ ഉണക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കാക്കകളുടെ ശ്രദ്ധയിൽപ്പെടരുത്. കാരണം കാക്കകൾ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെള്ളി ആഭരണങ്ങൾ കാക്കകൾ എടുത്തുകൊണ്ട് പോകുന്നതാണ്. കാരണം ഈ കാക്കകളുടെ മുട്ടകൾ വിരിയാനായിട്ട് ഈ വെള്ളി ആഭരണങ്ങൾ അതിൻ്റെ കൂടെ വയ്ക്കുന്നത് ഈ കാക്കകളുടെ ഒരു രീതിയാണ്. അപ്പോൾ കാക്കകൾ കാണാതെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ ഉണക്കിയ ശേഷം നിങ്ങളുടെ അടുത്തുള്ള കൊണ്ടുചെന്ന് പൂജിച്ച്, നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പൂജിച്ചാണ് ഇത് ധരിക്കേണ്ടത്. ഇത് ധരിക്കുന്ന ദിവസം നിങ്ങൾ പൗർണമി ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ ഈ പൗർണമി ദിവസം നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ചന്ദ്രന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ധരിക്കേണ്ട വിരലുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചൂണ്ടുവിരല്, അല്ലെങ്കിൽ ചെറുവിരല്, അല്ലെങ്കിൽ അണിവിരൽ എന്നൊക്കെ പറയും ഇതിന്. ഈ 2 വിരലുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ ധരിക്കാവുന്നതാണ്. ഇത് ഏത് കയ്യിലാണ് ധരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലത് കൈയിൽ ധരിക്കുന്നത് കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞ് ഇടത് കൈയിൽ ധരിക്കാൻ പാടില്ല എന്നല്ല. ഇടത് കൈയിലും ധരിക്കാം, എന്നാൽ വലത് കൈയിൽ ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. ധനപരമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. ഒരുപാട് ധനം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കാരണം ഈ വെള്ളി എന്ന ആഭരണം അല്ലെങ്കിൽ ലോഹത്തിന്റെ പ്രത്യേകത വളരെ വലുതാണ്. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും ഒരുപാട് പണമുള്ള ആളുകളും വെള്ളി ആഭരണങ്ങൾ വിരലുകളിലൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ കാരണം ഇതാണ്, അവർക്ക് സ്വർണം വാങ്ങാൻ പണമില്ലാഞ്ഞിട്ടല്ല വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നത്. വെള്ളി ആഭരണങ്ങൾക്ക് സ്വർണത്തെക്കാൾ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ധന ആകർഷണ യന്ത്രമായി തന്നെ നിങ്ങൾക്ക് ഈ വെള്ളി ആഭരണത്തെ കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ആളുടെ ജന്മനക്ഷത്ര കല്ലുകളൊക്കെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു കൃത്യമായിട്ടൊരു ജ്യോതിഷിയെ പോയി കണ്ട് അതിനുശേഷം അവർ പറയുന്ന കല്ലുകളൊക്കെ തിരഞ്ഞെടുക്കാൻ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം ഇത് ആരെയും കാണേണ്ട കാര്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ പോയി വെള്ളി ആഭരണം വാങ്ങിച്ച് വിരലുകളിൽ അണിഞ്ഞാൽ മതിയാകുന്നതാണ്. ഇതേത് മതസ്ഥർക്കും ചെയ്യാവുന്നതാണ്, ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും ചെയ്യാവുന്നതാണ്. അവര് ക്ഷേത്രത്തിൽ പോകണമെന്നില്ല. അവരിതുപോലെ പനിനീരിൽ ഇട്ടതിന് ശേഷം സൂര്യപ്രകാശത്തിൽ ഉണക്കി അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിച്ച് ഇവർക്ക് ധരിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.